കോഴിക്കോട് നാദാപുരത്ത് കടന്നൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. നാദാപുരം ആവോലം സ്വദേശി ഗോപാലനാണ് മരിച്ചത്. ഇന്നലെയാണ് കടന്നലുകളുടെ കുത്തേറ്റ് ഗോപാലിന് പരിക്കേറ്റത്. 19ഓളം കാട്ടുതേനീച്ചകൾ ഒന്നിച്ച് കുത്തിയാണ്. അതേപോലെ തന്നെ 3-5 പേർക്ക് കുത്തിയിട്ട് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരും മടങ്ങി വന്ന്. ഇത് ജനങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഈ പരുന്ത് ഇടക്കിടക്ക് അവിടെ വന്ന് കുത്തുക. പരുന്ത് കുത്തുമ്പോൾ ഈ തേനീച്ചകളെല്ലാം പറന്ന് മറ്റ് വീടുകളുടെ സമീപത്ത് ജനങ്ങളെ കുത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലും ഫയർ ഓഫീസിലും ഫയർ സ്റ്റേഷനിലെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഷിത ജഗത്ത് ചേരുന്നു. ഷിത, വിവരങ്ങൾ. ഈ കടന്നലിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ഗോപാലിന്റെ വീട്ടിന് സമീപത്തുള്ള മരത്തിലാണ് കൂട്ടത്തോടെ ഒരു കടന്നൽ കൂട് തന്നെയുള്ളത്. ആ കൂട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ പക്ഷികളൊക്കെ വരുന്ന സമയത്ത് ഇളകുകയും ആ സമയത്ത് കുത്തേൽക്കുകയുമാണ് ഉണ്ടായത്. വലിയ രീതിയിൽ തന്നെ പരിക്കുണ്ടായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. നല്ല കടന്നലുകൾ കൂട്ടമായി തന്നെ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറഞ്ഞ്. ഗോപാലിന് പുറമെ തന്നെ അവിടെ മറ്റു ചിലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അവർ കുത്തേറ്റിട്ടുണ്ട്, കടന്നലിന്റെ കുത്തേറ്റിട്ടുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും തന്നെ പരിക്ക് സാരമുള്ളതല്ല. എല്ലാവരും ചികിത്സയിൽ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ധന്യ. ശരി ഷിത.